Hi friends, welcome back to AFWORLD. അപ്പോൾ നമ്മൾ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബൾബ് നമ്മുടെ സാധാ ഫിലമെന്റ് ബൾബാണ്. അപ്പോൾ ഈ ഒരു ബൾബ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാൻ പോവാണ്. അപ്പോൾ കയ്യിൽ ഫോൺ ഉണ്ട്, ജസ്റ്റ് ഓൺ ചെയ്തു. ഈ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് ഓൺ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും, ഇവിടെ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുകയാണ്. ഓഫായി ആണോ? ഇപ്പോൾ ഇവിടെ ഓഫ് എന്നാണുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ബൾബ് ഇപ്പോൾ ഇവിടെ ഓഫ് ആവും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വിചാരിക്കുന്നു. ബൾബ് ഓൺ ആയിട്ടുണ്ട്. ഒന്ന് ഓഫായി കാണിച്ചു തരാം. ഓഫായി, ബൾബ് ഓഫായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു 10 രൂപക്ക് 20 രൂപക്കൊക്കെ വാങ്ങുന്ന ഈ ഒരു സാധാ ബൾബ് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ മൊത്തത്തിൽ വേറൊരു രീതിയിൽ തന്നെ പറയാം, നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഗാഡ്ജറ്റുകളും എങ്ങനെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ സമയങ്ങളെ നമ്മളെ വീഡിയോ ഇട്ട് ഇറക്കാം. അപ്പോൾ എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഓണാക്കാനും ഓഫാക്കാനും കഴിയും എന്നൊക്കെ നോക്കുമ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു വൈഫൈ കണക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു വൈഫൈ സ്വിച്ചാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കോട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സോണോഫിൻ്റെ ഒരു വൈഫൈ സ്വിച്ചാണ്. ആ സ്വിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു ബൾബിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റും ഈ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സോണോഫ് ബേസിക് വൈഫൈ സ്മാർട്ട് സ്വിച്ചിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1-2 മാസമൊക്കെ ഇതിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സമയം കിട്ടിയത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം ഒരു വൈഫൈ സ്വിച്ചാണ്, വൈഫൈ സ്മാർട്ട് സ്വിച്ചാണ്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതിൻ്റെ ഈ ഒരു വൈഫൈ സ്മാർട്ട് സ്വിച്ചാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ അവിടെ ഈ ഒരു വയറിൻ്റെ അറ്റത്ത് ഈ ഒരു ബൾബിൻ്റെ അറ്റത്ത് അവിടെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ബാക്കി വരുന്നത് ഇതിൻ്റെ ഒരു കവർ വരുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ. ഇത് എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് സ്ക്രൂകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു കവറിനകത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിൽ 1-2 യൂസർ മാനുവൽ, അതേപോലെ തന്നെ ഒരു വാറണ്ടി കാർഡൊക്കെ ഉണ്ട്. വാറണ്ടി കാർഡൊക്കെ ഉള്ള സാധനമാണ്, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ വർക്ക് വിത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ വർക്ക് വിത്ത് ആമസോൺ അലക്സ, പിന്നെ അതേപോലെ തന്നെ നെസ്റ്റ്, അങ്ങനെ പിന്നെ ചൈനീസിലുള്ള 1-2 സംഭവങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ റിമോട്ട് കൺട്രോള്, അതേപോലെ തന്നെ ടൈമിംഗ് ഷെഡ്യൂൾ, അതായത് റിമോട്ട് കൺട്രോൾ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഗാഡ്ജറ്റുകളും കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ടൈം ഷെഡ്യൂൾ ഉണ്ട് ഈ ഒരു സംഭവത്തിൽ. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും എത്ര സമയത്തിനുള്ളിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇത്ര സമയം പ്രവർത്തിക്കണം, അത് കഴിഞ്ഞാൽ ഓഫ് ആവണം എന്നുള്ള രീതിയിലൊക്കെ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ കഴിയും. അതേപോലെ തന്നെ ഷെയർ കൺട്രോള്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഡിവൈസ് വേറൊരാൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ കഴിയും. അതൊക്കെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ്. അതിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ കുറിച്ചിട്ടുള്ള വേറെ ഓരോ സംഗതികളൊക്കെ ഇതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വായിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ യൂസർ മാനുവലിൽ കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കറക്റ്റായിട്ടും വളരെ വ്യക്തമായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് നോക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് സ്വിച്ച് നമുക്ക് ഏതൊരു ഗാഡ്ജറ്റിലും വളരെ സിമ്പിളായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാഡ്ജറ്റ്സുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണവുമായിട്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും എങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 തലയിലും അല്ലെങ്കിൽ 2 ഭാഗങ്ങളിലായിട്ടും ഈ ഒരു വയർ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു വയർ ജസ്റ്റ് കണക്ട് ചെയ്യുക. അതോടുകൂടി കണക്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ കണക്ഷൻ കൊടുക്കുന്ന പരിപാടി കഴിഞ്ഞു. അതിനുശേഷം നേരെ കൊണ്ടുപോയിട്ട് കറണ്ടിൽ കുത്താം. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് EV-Link എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇതിലൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇതിന് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഹോം നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതായത് വീട്ടിലുള്ള വൈഫൈ, അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കണം. അതിനുശേഷം നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത്, അതായത് ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്മാർട്ട് സ്വിച്ചിൻ്റെ മേലെ വീണ്ടും ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ആ ഒരു സ്വിച്ച് ജസ്റ്റ് ഒരു 5-6 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹോം നെറ്റ്വർക്കിലേക്ക്, അതായത് വീട്ടിലുള്ള വൈഫൈ റൂട്ടറിലേക്ക് അല്ലെങ്കിൽ വൈഫൈയിലേക്ക് നമ്മുടെ ഈ ഒരു സ്വിച്ച് കണക്റ്റ് ആവുന്നതായിരിക്കും. അതോടുകൂടി പരിപാടികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് അങ്ങോട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട്
സിമ്പിളായിട്ട് ഏതൊരു ഗാഡ്ജറ്റും ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ വളരെ സിമ്പിളായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ആമസോണിൻ്റെ അലക്സ അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ മറ്റേ ഹോം പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ സംഗതികളൊക്കെ വെച്ചിട്ടായിരിക്കും അധികം ആളുകളും ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന സാധാരണ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റുമായിട്ട് നമുക്ക് ഈ ഒരു വൈഫൈ സ്വിച്ചിനെ കണക്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ വോയിസ് കമാൻഡിലൂടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്വിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതായത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ കഴിയും. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റുകൾ മുഴുവനായിട്ടും വെക്കാനുള്ള സിസ്റ്റം ഒക്കെ നമ്മുടെ ഈ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള 1-2 വൈഫൈ സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് 1-2 വ്യത്യസ്ത ഗാഡ്ജറ്റുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് മൊത്തത്തിലൊരു ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ഒരു ബെഡ്റൂം എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ഓഫ് ദ ലൈറ്റ് ഓഫ് അല്ലെങ്കിൽ ടേൺ ഓഫ് ദ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ബെഡ്റൂമിലുള്ള മുഴുവനായിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഉപകരണം തന്നെയാണ്. ഇനി എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിലൊക്കെ നമ്മളെ വീടുകളിൽ അധികം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഇത്തരത്തിലുള്ള ഈ ഒരു സ്മാർട്ട് സ്വിച്ചുകൾ വഴിയായിരിക്കും നമ്മളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അതിനിപ്പോൾ ഈ ആമസോൺ അലക്സ അതേപോലെ തന്നെ മറ്റേ ഗൂഗിളിൻ്റെ ഹോം 2 അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ ആ സാധനമൊന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ് വഴി, അതായത് നമ്മൾ സാധാരണ വോയിസ് കമാൻഡ് കൊടുക്കാറുണ്ടല്ലോ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിന്, അപ്പോൾ ആ ഒരു കമാൻഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു വീട്ടിലുള്ള മുഴുവൻ ഗാഡ്ജറ്റുകളും ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ആമസോണിനാണ് വാങ്ങിയിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു 750 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. പ്രൈസ് കുറച്ച് കൂടുതലാണ്, പക്ഷേ സംഭവം ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് കയറിയിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഒക്കെ ലിങ്ക് താഴത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴത്തുണ്ടായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്നത് MOHD_AFWORLD എന്നാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ അല്ലെങ്കിൽ കണക്ട് വിത്ത് മീ, അത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കിട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.